ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമല്ലേ? ഒരു ആയുസിന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന വീട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് യൂസ് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ചേലക്കര മേപ്പാടത്തുള്ള ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഡോറുകളാണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കര മേപ്പാടത്തുള്ള ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിലേക്ക് വരാം. ഇവിടെ വെറൈറ്റി കളക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നു. ഹോൾസെയിൽ വിലയിൽ ഗ്ലാസ്, പ്ലൈവുഡ്, ഹാർഡ്വെയർ, തേക്ക് ഡോറുകൾ, ബാത്റൂം ഡോറുകൾ കൂടാതെ 40-ലധികം ഡിസൈനുകളുമായി ബെഡ്റൂം ഡോറുകളും ഇവിടെ ലഭ്യമാണ്. ഡെൻവുഡ്, തോംസൺ, പ്രസ്റ്റേജ് തുടങ്ങി ബ്രാൻഡഡ് കമ്പനികളുടെ വലിയൊരു ലോകം. ഈർപ്പവും ചെതലും ഏൽക്കാത്ത WPC ഡോറുകൾ. കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഏവരും സന്ദർശിക്കൂ ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, മേപ്പാടം. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ നേരിടുന്ന വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും BJP ഭരണസമിതി മുഖം തിരിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ നേരിടുന്ന വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും BJP ഭരണസമിതി മുഖം തിരിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കുടിവെള്ളക്ഷാമം, തകർന്ന റോഡുകൾ, ലൈഫ് പദ്ധതിയിലെ കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങളിൽ ഭരണസമിതി പുലർത്തുന്ന അലംഭാവത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. CITU ചുമട്ടുതൊഴിലാളി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി പാർട്ടി പ്രവർത്തകർ അണിനിരന്നു. മുദ്രാവാക്യം വിളികളോടെ നീങ്ങിയ പ്രകടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM ചേലക്കര ഏരിയ സെന്റർ അംഗം KP ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ലൈഫ് മിഷന് വേണ്ടി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ച ഫണ്ട് അത് കൃത്യമായി ഗുണഭോക്താക്കൾക്ക് നൽകാൻ കൂടി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നിരന്തരം ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം വെച്ച് ഉദ്യോഗസ്ഥരുടെ കൊങ്ങിക്ക് പിടിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് കുറേ പൈസയെങ്കിലും ട്രാൻസ്ഫർ ചെയ്തത്. പിന്നീടാണ് പലരും എന്റെ കാശെവിടെ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പോയി പരിശോധിച്ചപ്പോൾ രജിസ്റ്ററിൽ പണം കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. പാവപ്പെട്ട ആക്കപ്പറമ്പിലെ ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുമില്ല. അപ്പൊ ആ പണം എവിടെ പോയി? പെട്രോൾ ചിലപ്പോൾ 1 ലിറ്റർ വാങ്ങി വെയിലത്ത് വെച്ചാൽ അത് ആവിയായി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഷ്പീകരിച്ചു പോകുന്ന സാധനങ്ങളാണെങ്കിൽ പോകും. എന്നാൽ ലൈഫ് മിഷന്റെ ഫണ്ട് എന്താ, എവിടെയാണ് ബാഷ്പീകരിച്ചു പോയത്? അതെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ധിക്കാരമായ മറുപടി പറയുന്ന സമീപനമാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. തിരുവല്ലോമല ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി N കുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം കൃത്യമായി എത്തിക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നില്ല. പഞ്ചായത്തിലെ പ്രധാന വഴികളെല്ലാം തകർന്ന് തരിപ്പണമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. അർഹരായ പാവപ്പെട്ടവർക്ക് വീട് ലഭ്യമാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയിൽ കടുത്ത കെടുകാര്യസ്ഥതയാണ് നടക്കുന്നത്. പൊതുവഴികളിൽ നാൽക്കാലികൾ അഴിഞ്ഞാടുന്നത് തടയാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല തുടങ്ങി ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾ നേരിടുന്ന വിവിധ ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചവർ രൂക്ഷമായ ഭാഷയിലാണ് ഭരണസമിതിയെ വിമർശിച്ചത്. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിനകത്ത് അധികാരത്തിൽ വന്ന BJPയുടെ ഭരണം ഈ 6 മാസ കാലത്തിനുള്ളിൽ നിരവധിയായിട്ടുള്ള ജനകീയ വിഷയങ്ങൾ പഞ്ചായത്തിൽ ഉറന്നു വരികയും പ്രതിപക്ഷമെന്ന നിലയ്ക്ക് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ മെമ്പർമാർ നിരവധിയായ വിഷയങ്ങൾ, ഈ സമരത്തിന് ആധാരമായി ഉയർത്തിപ്പിടിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും മറ്റുമൊക്കെ ഞങ്ങളുടെ മെമ്പർമാർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊന്നും തന്നെ ഒരു തീരുമാനമെടുക്കുന്നതിനോ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനോ ഉള്ള ഇച്ഛാശക്തിയും ഭരണ നേതൃത്വത്തിന്റെ നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സൂചനാ സമരത്തിന് ഞങ്ങൾ തയ്യാറാകാൻ നിർബന്ധിതരായത്.
പ്രതിഷേധ യോഗത്തിൽ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സി ഗോപദാസ് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും 12ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ S. ദിലീപ്, 6ാം വാർഡ് അംഗം KR മനോജ്, 8ാം വാർഡ് അംഗം അംബിക രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിലും ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഒരു ദേവദാസനാണ്. പഞ്ചായത്തിനോ പഞ്ചായത്തിലെ മെമ്പർമാർക്കോ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ആർക്കും ഈ നാട്ടിലെ ഈ പഞ്ചായത്തിനകത്തെ ഭരണകാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ദേവദാസൻ ഇവിടെ മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ പ്രസിഡന്റ് അവിടെ മൂത്രമൊഴിക്കും, ഇവിടെ തുപ്പാൻ പറഞ്ഞാൽ അവിടെ തുപ്പും, ഇവിടെ ഒപ്പിടാൻ പറഞ്ഞാൽ അവിടെ ഒപ്പിടും. ഒരു ദിവസമല്ലല്ലോ പഞ്ചായത്തിൽ ഭരണത്തിൽ കയറിയിട്ട്, ഒരു ദിവസമല്ലല്ലോ ആയിട്ടുള്ളൂ. 6 മാസക്കാലമായി ഈ പഞ്ചായത്ത് ഭരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് വിഭാവനം ചെയ്ത് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും വർക്ക് ഓർഡറും ലഭിച്ച 24 പദ്ധതികളാണ് നടപ്പിലാക്കാതെ ഇവിടെ നിൽക്കുന്നത്. 24 റോഡുകൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ റോഡുകളാകെ സഞ്ചാരയോഗ്യമല്ലാതെ ചളിക്കുളങ്ങളായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.